ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നും മുതുകാടിനെ പറ്റി തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം സാജൻ സക്രിയയുടെ വീഡിയോയുടെ ബാക്കിയായിട്ടുള്ള ഭാഗം നമുക്ക് ഇന്ന് പറയാം. മുതുകാടിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന 3 വിഭാഗം ആൾക്കാരുണ്ടെന്നാണ് സാജൻ സക്രിയ എടുത്തു പറയുന്നത്. നമുക്ക് അദ്ദേഹം പറയുന്ന വാക്കുകളൊന്നും കേട്ടു നോക്കാം. ആരോപണം ഉന്നയിക്കുന്നത് 3 തരത്തിലുള്ളവരാണ്. ഒന്ന്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ. അവരുടെ പ്രശ്നം അറ്റൻഷൻ മുഴുവൻ മുതുകാടിന് കിട്ടുന്നു, സാമ്പത്തിക സഹായം മുഴുവൻ മുതുകാടിന് കിട്ടുന്നു. തങ്ങളും ഈ പണി ചെയ്തിട്ടും അതെന്തുകൊണ്ട് തങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന അസൂയ മാത്രമാണ്. അദ്ദേഹം ഈ പറയുന്ന കാര്യം ഒരളവ് വരെ ശരി തന്നെയാണ് താനും. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഷൻ മുതുകാടിന് മാത്രം കിട്ടുന്നു എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ യൂസഫ് അലി സാറൊക്കെ മുതുകാടിന് മാത്രം പണം വാരിക്കോരി കൊടുക്കുന്നു എന്നുള്ള പ്രശ്നം. താങ്കളും ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കുന്നുണ്ട്, എന്നിട്ടും മുതുകാടിന് മാത്രം കോടികൾ കിട്ടുന്നു. ഇത് അവരുടെ ഒരു പ്രശ്നം തന്നെയാണ്. എന്നാൽ ജനങ്ങൾ മനസ്സിലാക്കാത്തതും പരാതിക്കാർ എടുത്തു പറയാത്തതുമായ ഒരു കാര്യമുണ്ട്. ഭിന്നശേഷിക്കാരായ മുഴുവൻ ആളുകളെയും സംരക്ഷിക്കാമെന്ന് മുതുകാട് ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്നാൽ ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുന്ന മറ്റ് കേന്ദ്രങ്ങളെ പോലെ ഒരു പുനരധിവാസ കേന്ദ്രം മാത്രമല്ല മുതുകാടിൻ്റെത്. അത് അങ്ങനത്തെ ഒരു സ്ഥാപനവുമല്ല മുതുകാട് നടത്തുന്നത് എന്ന് മുതുകാടും വ്യക്തമായി പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുമുണ്ട്. കലാവാസനയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളെ മാക്സിമം തൊഴിൽ ചെയ്യുവാൻ പ്രാപ്തരാക്കി അവർക്ക് ജോലി ചെയ്യുവാനുള്ള പ്രോത്സാഹനവും വരുമാനവും ഉള്ളവരാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഈ സെന്റർ നടത്തുന്നത്. കുട്ടികളുടെ അഡ്മിഷൻ സമയത്ത് തന്നെ അത് നോക്കി തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതായത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാവാസനയെ മാക്സിമം ഉയർത്തിയെടുക്കുന്ന ആർട്ട് സെന്ററാണ് ഇത് എന്നും അധികം ജനങ്ങളും തിരിച്ചറിയാതെ പോകുന്നു. ഭിന്നശേഷിക്കാരുടെ കലാവാസനയെ ഉയർത്തിക്കാട്ടുന്ന ഒരു ആർട്ട് സെന്ററാണ് എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. പരാതി പറയുന്ന രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരെ കുറിച്ചാണ് ഇനി പറയുന്നത്. അത് സാജൻ സക്രിയ പറയുന്നത് ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. 2, ഈ സെലക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമായി പിന്തള്ളപ്പെട്ടവരോ അല്ലെങ്കിൽ അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം രാഷ്ട്രപതിയെ കാണാൻ പോയപ്പോഴോ ജപ്പാന് പോയപ്പോഴോ ഒക്കെ സെലക്ഷൻ കിട്ടാത്തവരോ ആയവരുടെ മാതാപിതാക്കൾ. 3, കുട്ടികളെ വിട്ടിട്ട് തങ്ങളുടെ ഇഷ്ടത്തിന് പോവാൻ ആഗ്രഹിച്ചപ്പോൾ അതിന് അനുവദിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന മാതാപിതാക്കൾ തുടങ്ങിയവരാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് പോലെ തന്നെ ഇനിയും ഉള്ള പരാതിക്കാർ എന്ന് പറയുന്നത് അവിടെ അഡ്മിഷൻ കിട്ടാതെ പോയ കുട്ടികളുടെ മാതാപിതാക്കൾ. ഇപ്പോൾ വാർത്താ ചാനലുകളിൽ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ അവിടുന്ന് ഇറങ്ങിപ്പോയതോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വിട്ടുപോയവരോ ആണ് താനും. പിന്നെ അവിടെ നിന്നും പരിപാടികൾക്ക് മുൻനിരയിൽ തങ്ങളുടെ മക്കളെ കൊണ്ടുപോകാത്തതിൽ ചുരുക്കുള്ള മാതാപിതാക്കൾ. പിന്നെ മൂന്നാമതുള്ള ടൈപ്പ് അവിടുത്തെ ചിട്ടയിൽ ഒത്തുപോകാൻ കഴിയാതെ പുറത്തു പോയവർ. ഇവരൊക്കെയാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിനെ കുറിച്ച് എല്ലാ ഇന്റർവ്യൂകളിലും വന്ന് ഇരുന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരെ കുറിച്ചാണ് സാജൻ സക്രിയ ഈ പറയുന്നത്. ഇനി മൂന്നാമത്തെ ഈ സ്ഥാപനത്തിനെതിരെ ശക്തമായി നിലകൊള്ളുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ആ പറയുന്നതിൽ ഞാൻ ഉൾപ്പെടുന്ന ആളുകളും ഉണ്ടെന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതൊന്ന് കേട്ടു നോക്കാം. പിന്നെ ഒരിക്കലും അവിടെ പോയിട്ടില്ലാത്ത, അവിടെ നടക്കുന്നത് എന്താണെന്ന് ഒന്നും അറിയാത്ത, വിദേശ രാജ്യങ്ങളിലും മറ്റും സുഖജീവിതം നയിക്കുന്ന ചില സ്വയം പ്രഖ്യാപിത സാമൂഹ്യ പരിഷ്കർത്താക്കളായ ബ്ലോഗർമാരും രംഗത്തുണ്ട്. ഒരു കുറിപ്പ് ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. അപ്പോൾ ഈ പറഞ്ഞതിനോട് ഒട്ടും യോജിക്കാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം സാജൻ സക്രിയ ഒഴികെ ബാക്കി ഞാൻ ഉൾപ്പെടെ മുതുകാടിനെ കുറിച്ച് എല്ലാ വീഡിയോ ഇട്ടവരും ഒരാൾ പോലും താൻ ആ സ്ഥാപനത്തിൽ പോയതായോ മുതുകാടുമായിട്ട് സംസാരിച്ചതായോ പറയുന്നില്ല. എല്ലാവരും മറുസൈഡിലെ വാർത്തകൾ മാത്രമാണ് ഇടുന്നത്. അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ സാജൻ സക്രിയ പറഞ്ഞത്. എല്ലാ വാർത്തയും മുതുകാടിൻ്റെ കണ്ടതാണ്. ഒരാൾ പോലും താൻ മാജിക് സെന്ററിൽ പോയതായിട്ടോ മുതുകാടുമായിട്ട് സംസാരിച്ചതായിട്ടോ പറയുന്നില്ല. മുതുകാടിൻ്റെ ഗുരുവിനെ വരെ കാണാൻ പോയ മാധ്യമങ്ങൾ ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലായതാണ്. പക്ഷേ മുതുകാടിനോട് സംസാരിച്ചതായോ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാപനത്തിൽ പോയി ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെ കണ്ടവരോ ഒരാൾ പോലും ഉള്ളതായി തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ സാജൻ സക്രിയ മുതുകാടിനെ വെളുപ്പിക്കാൻ നടക്കുന്നു എന്നാണ് മീഡിയകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മെയിൻ വാർത്ത. ഒരു പക്ഷേ ഇപ്പോൾ ഈ പരാതി ഉന്നയിക്കുന്നവർ പറയുന്ന ഒരു കാര്യം, മുതുകാട് താങ്കളോട് ഇങ്ങനെ പെരുമാറി അങ്ങനെയൊക്കെ പെരുമാറി എന്ന് പറയുന്നുണ്ട്. എൻ്റെ കണക്കുകൂട്ടലിൽ ഈ പറയുന്നതിനെ ഞാൻ ഇങ്ങനെ ന്യായീകരിക്കാം. നിരന്തരം മുതുകാട് എന്ന മനുഷ്യനെ പല കാര്യങ്ങളും ആവശ്യങ്ങളും പറഞ്ഞ്
പല പ്രാവശ്യമായിട്ട് പ്രൊവോക്ക് ചെയ്തപ്പോൾ ചില സന്ദർഭത്തിൽ സ്വയം പൊട്ടിപ്പോയപ്പോൾ പറഞ്ഞ ചില വാക്കുകളാകാം ഇപ്പോൾ ഇവർ എടുത്ത് പ്രയോഗിക്കുന്ന ഈ ബോംബുകളൊക്കെ. ഏത് മനുഷ്യനും ചില സന്ദർഭത്തിൽ പൊട്ടിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. അങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ അത് ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാകാം. കാറ്റ് അനുകൂലമായപ്പോൾ എടുത്തു പ്രയോഗിക്കുകയാണെന്ന് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മുതുകാടിനെ കുറിച്ച് ഇപ്പോൾ മാജിക് പ്ലാനറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജോൺ സാമുവൽ എന്ന JS അടൂരിനോട് പലരും ചോദിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ച ഒരു കുറിപ്പ് സാജൻ സക്രിയ തൻ്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. ജോൺ സാമുവൽ എന്ന JS അടൂർ. JS അടൂരിന് മുതുകാടുമായോ മുതുകാടിന് സംരംഭവുമായോ അടുത്ത ബന്ധങ്ങളൊന്നുമില്ല. എന്നാൽ ഈ നാട്ടിലെ പൊതുരീതിയെ വിലയിരുത്തിക്കൊണ്ട് JS അടൂർ കുറിക്കുന്നത് കൃത്യമായ മറുപടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടുകൾ ഒന്ന് കണ്ടു നോക്കൂ. അദ്ദേഹം കുറിച്ചത് ഞാൻ ഇത് മുഴുവൻ വായിക്കുന്നില്ല, സ്ക്രീൻഷോട്ടായിട്ട് മാത്രം ഞാൻ ഈ പേജ് ഇവിടെ ഇടുന്നു. ഇനി അവസാനമായി ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയ പേജുകളിലും മുതുകാടിനെതിരെയുള്ള വാർത്തകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 100 രൂപ തനിക്ക് തന്നില്ല എന്നും 10 രൂപ മാത്രമാണ് മുതുകാട് തനിക്ക് 2018 ഭിക്ഷ തന്നത് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു യാചകൻ സോഷ്യൽ മീഡിയ ചാനലിൽ വന്നിരുന്ന് ചർച്ച ചെയ്യുന്ന ദിവസവും വിദൂരമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.